ഞാൻ ക്രോഷ്യോ ചെയ്യാൻ വേണ്ടി കുറേ റെഫറൻസ് എടുത്ത് പലതും പഠിച്ച് ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, എല്ലാം നല്ല സാറ്റിസ്ഫൈയിങ് ആണ്, എന്നാലും കുറച്ചും കൂടി കൂടുതൽ സന്തോഷമായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു മുല്ലമാല ചെയ്ത് എടുത്തപ്പോഴാണ് കേട്ടോ. ഇതെൻ്റെ രണ്ടാമത്തെ മുല്ലമാലയാണ്. ഇതിന് മുന്നേ നമ്മൾ ഒന്ന് ചെയ്തിരുന്നു. അതിൽ നിന്ന് ഇതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് ചെയ്ത പോലെയല്ല ഇത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈസും വ്യത്യാസമുണ്ട്, സ്റ്റിച്ചും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യും കേട്ടോ. പക്ഷെ ആരെങ്കിലും പറയണം, ഇന്നാലേ ചെയ്യുള്ളൂ. കാരണം വെറുതെ ഇങ്ങനെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടിട്ട് ആരും കാണാതെ അത് നമുക്ക് കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ പറ്റാറുണ്ടായില്ല. കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു എൻ്റെ ആ വീഡിയോ എടുക്കുന്ന സംഗതി കേട് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 6 മണിക്ക് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റായിട്ട് ഞാൻ എടുത്ത് നോക്കിയ വീഡിയോ ആണിത്. വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഞാൻ ബഡ്സ്, അതായത് ഡബിൾ ക്രോഷ്യോ ചെയ്തതിൻ്റെ 2 സൈഡിലും ഞാൻ ബഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്നേ ഉണ്ടാക്കിയത് ഇങ്ങനെയല്ല, അതിൻ്റെ സൈസും വ്യത്യാസമുണ്ട്, പാറ്റേണും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇതിൽ ഞാൻ ഉള്ളിൽ നിന്ന് ത്രെഡ് വെച്ച് വീവ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല. നമുക്ക് സിമ്പിളായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന പോലെ അതിനെ അങ്ങ് ഫ്രീ ആക്കി വിടുക ചെയ്തത്. 22 ഇഞ്ചാണ് കേട്ടോ എൻ്റെ ലെങ്ത് ഉള്ളത്. രണ്ടും 22 ഇഞ്ച് ലെങ്തിലാണ് ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മുന്നേ ഉണ്ടാക്കിയതാണ്. ഇത് കുഞ്ഞു ബഡ്സാണ്, ഒരു ലൈൻ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടില്ല. മറ്റേത് ഞാൻ ഡബിൾ ലെയർ ഓഫ് വൈറ്റ് ത്രെഡ് എടുത്തിരുന്നു. ഈ ഒരു മാലയും അതേപോലെ ഡബിൾ ലൈനായിട്ട് മുട്ട് ചെയ്തെടുത്താലോ, അതായത് ഇത് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഇപ്പോൾ ഒരു സൈഡിലല്ലേ ചെയ്തിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്താലോ എന്ന് എനിക്കൊരു ആലോചന ഉണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഈ മലയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് പറയാം. ഏതാ ഇഷ്ടമായെന്ന് പറയാം. ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ അതും പറയാം കേട്ടോ. താങ്ക് യു.